കാസർഗോഡേറെ ഒരു നിമിഷം നമ്മൾ ഇന്നലെ ഒരു സമരം നടന്നു മെഡിക്കൽ കോളേജിന് വേണ്ടി. ഒരുപാട് പേര് ആ പ്രതിഷേധത്തിന് ആയിരക്കണക്കിന് ആളുകൾ കൂടെ നിന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്, പിന്മാറരുത്. കാരണം നമ്മുടെ തൊട്ട് മുമ്പ് നടന്നൊരു സമരമാണ് കുംബ്ലാട്ടോള്. മതമോ ജാതിയോ പാർട്ടിയോ ഒന്നും നോക്കാത്ത എത്രയോ ആളുകൾ അതിൽ വന്നു ചേർന്നു. രാവും പകലും നോക്കാണ്ട് അതിൻ്റെ കൂടെ നിന്നു. ഒരുപക്ഷെ ആ ടോൾ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ വരെ അതിന് കൂടെ നിന്നിരുന്നു. ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് പോലും എൻ്റെ വീട്ടിൽ നിന്ന് കാസർഗോഡ് എത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ ടോള് ഒരു ടച്ചും ഇല്ലാതെ പോകാൻ പറ്റും. അതുപോലെ ഇഷ്ടം പോലെ ആളുകൾ ആ ടോളിന് കൂടെ നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2 ദിവസമായി ആ വഴി പോകാണ്ട് ഇന്നൊരാവശ്യത്തിന് പോയപ്പോഴാണ് എനിക്കൊരു അനുഭവം ഉണ്ടായത്. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. കോടതി വിധി വന്നിട്ടാണ് എങ്കിൽ എനിക്ക് കോടതി വിധിയെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല. അഥവാ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഞാൻ പോകുന്ന വഴിക്ക് ഒരുപാട് ട്രാഫിക് ജാം കാണുന്നു. ഞാൻ നോക്കുന്നു, നിലവിൽ തുറക്കാതൊരു ടോളിന് ഇത്രയും ട്രാഫിക് എന്താ? എൻ്റെ വണ്ടി അവിടെ അടുത്തെത്തിയപ്പോഴാണ് അവിടെ ടോൾ പിരിക്കുന്നത് കാണുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് ഫാസ്ടാഗിൽ നിന്ന് മാത്രം ടോൾ പിരിക്കുക എന്നുള്ളതായിരുന്നു. ചെറിയ തുക പോവായിരുന്നു. ഇപ്പോൾ അല്ലാത്തവരിൽ നിന്നും ടോൾ ക്ലോസ് ചെയ്ത് പിടിക്കാൻ തുടങ്ങി. എൻ്റെ വണ്ടിയുടെ മുമ്പിലുള്ള വണ്ടി പാസ് ചെയ്യുമ്പോൾ ഞാൻ അതും കടത്തി വെട്ടാൻ നോക്കുമ്പോൾ ഈ സാമാനം വന്ന് എൻ്റെ ബോണറ്റിലടിച്ചു. ഞാൻ അവരോട് ചൂടായി, എന്തിനാ അതങ്ങനെ ചെയ്തതെന്ന്. അവർ പറഞ്ഞു ടോൾ തരാതെ പോകാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ടോൾ തരാൻ പറ്റൂല. വാക്ക് തർക്കുമ്പോൾ ഒന്നുമല്ല, ഇത് കേസിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വിധി വരുന്നതിന് മുമ്പ് ഇത് പിരിക്കാൻ പറ്റൂലല്ലോ. തൊട്ടടുത്തൊരു ഏതോ ഒരു ബംഗാളി പയ്യൻ ആരോ വന്നിട്ട് പറഞ്ഞു, ഓക്കെ സാർ നിങ്ങൾ പോവും, നാളെ മുതലൊരു പാസ് എടുത്തിട്ട് എനിക്കൊരു ഉപദേശം തരുവാണ്, നാളെ മുതൽ പാസ് എടുത്ത് ഇതുവഴി പോകണം. എനിക്ക് എമർജൻസി ആയിട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ തർക്കിക്കാനോ സംസാരിക്കാനോ പറ്റിയിട്ടില്ല, ചോദിക്കാനും. എനിക്ക് ഇപ്പോഴും അറിയില്ല അത് കോടതി വിധി വന്നതുകൊണ്ടാണോ എന്ന്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാടിൻ്റെ MLA വരെ കൂടെ നിന്നിട്ട് ആ ടോളിന് ഇത്രയും പേര് സമരം ചെയ്തിട്ട് ആ ടോൾ ഇപ്പോഴും പിരിക്കുന്നുണ്ടെങ്കിൽ ഞാനും നീയും അടങ്ങുന്ന ഒരു സാധാരണക്കാരന്, യാതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്കും നിനക്കും ഈ നാട്ടിലുള്ള വില എന്താണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. ഇത്രയേ ഉള്ളൂ. ഇത് കോടതി വിധിയോടെയല്ല തുറന്നിട്ടുള്ളതെങ്കിൽ കോടതി വിധിയെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ആ ഒരു സമരത്തിൻ്റെ വീര്യവും ആ ഒരു ആവേശവും കുറയാതെ ഇനിയും ഞാനടങ്ങുന്ന നമ്മൾ കൂടെ നിൽക്കണം എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന.